മോളെ നീ വിചാരിക്കുന്ന അത്ര സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുത്ത ആഴ്ച പൊളിക്കാൻ വേണ്ടി കരാർ കൊടുത്ത വീടാ. പിന്നെ മോൾക്ക് ഈ ഒരു അവസ്ഥയിലേ കൈയൊഴിയാനും പറ്റില്ലല്ലോ. തല ചായ്ക്കാൻ ഒരിടം അത്രേ ഉള്ളൂ കേട്ടോ. ഇതേ അധികം അമ്മാവ. ഞാനും കുഞ്ഞും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്ന സമയത്ത് അമ്മ അവനിൽ സഹായിച്ചത്. തൽക്കാലം കുറച്ച് മാസത്തേക്ക് താമസിച്ചാൽ മതി. പക്ഷേ വാടകയൊന്നും എൻ്റെ അടുത്ത് തരാനില്ല അമ്മാവ. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നിന്നോട് ഞാൻ വാടക ചോദിച്ചോ? അല്ല അമ്മാവ, ഇത് പൊളിച്ചിട്ട് പുതിയ വീട് കെട്ടാൻ നിന്നല്ലേ. അപ്പം ഞാൻ വന്നപ്പം അത് നിന്നു പോയില്ലേ. അതിന് ഇത് പൊളിച്ച് വേറെ വീട് ഇട്ട് വേണം ഞങ്ങൾക്ക് താമസിക്കാൻ. ഇപ്പം നല്ലൊരു വീടില്ലേ മോളെ? അച്ഛൻ്റെ കല്യാണം കഴിയുമ്പോൾ അവന് മാറി താമസിക്കാൻ വേണ്ടി ഒന്ന് വീട് കാണുന്നുള്ളൂ. ഒന്നും ആയിട്ടില്ല, പെണ്ണ് നോക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. എന്തായാലും 1-2 വർഷം കഴിയും. എനിക്കിപ്പോൾ ഒരു ജോലി നോക്കണം അമ്മാവ. അതുവരെ താമസിക്കാൻ ഒരിടം. അത് കഴിഞ്ഞ് ഞങ്ങൾ മാറിക്കോളാം. നിനക്ക് പറ്റുന്ന അത്ര ഇരുന്ന മോളെ, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയും കാലം നോക്കാനും പിടിക്കാനും ആളില്ലാണ്ടേ ചെതപ്പിടിച്ച് പോകണ്ട പറഞ്ഞിട്ട് തട്ടുന്നേ ഉള്ളൂ. അതിന് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത്രയും കാലം എന്നോടും കുഞ്ഞിനോടും കാണിച്ച സ്നേഹമൊക്കെ വെറുതെ എന്നറിഞ്ഞപ്പോഴേ ആകെ തകർന്നു പോയ അമ്മാവ. ഇനിയും ചിലപ്പോൾ ആ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് അമ്മയില്ലാതായി പോകും. അതാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ മോളെ സ്വന്തം ജീവിതം കളയാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ആത്മാഭിമാനം ഇല്ലാത്ത വീട്ടിലേ നിൽക്കാത്തത് നല്ലത്. നീ ചെയ്ത് തന്നെയാ മോളെ ശരി. പറയുകയാണെങ്കിൽ അവൻ്റെ അനന്തരവനാ. എവിടെ നിന്ന് കിട്ടിയാന്തോ ഈ ഒരു സ്വഭാവം? അവൻ്റെ മൂത്ത് പോലും ഞാൻ നോക്കില്ല. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. ഒരു ജോലി വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിനക്കുള്ള ജോലി ഞാൻ ശരിയായി തരാം മോളെ. എന്തായാലും അവൻ്റെ ഒന്നും മുന്നിൽ നീ തോറ്റു കൊടുക്കരുത്. സ്വന്തം വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥയായില്ലേ, കണ്ണിച്ചോരില്ലാത്ത. നീ പേടിക്കണ്ട മോളെ, എൻ്റെ കൂടെ ഈ അമ്മാവനുണ്ട്. മോള് വെച്ചോ. വേണ്ടമ്മാവാ, ഈ വീട് തന്നതന്നെ വലിയ ഉപകാരമാണ്. എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമ്മാവിൻ്റെ അടുത്ത് ചോദിച്ചോളാം. ഇപ്പം തൽക്കാലം ഇത് പണയം വെച്ചിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വെറുതെ ആളില്ലാണ്ട് ഇത് കഴുത്തിലിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. നിർബന്ധിക്കുന്നില്ല മോളെ, എൻ്റെ ഉള്ളിലിപ്പോൾ ഒരു ധൈര്യം കാണുന്നുണ്ട്. അത് മതി മോളെ. നീ എന്തായാലും ജീവിതത്തിൽ വിജയിക്കും, അതെ അവന് ഉറപ്പാ. എന്തായാലും ഇന്ന് തന്നെ നിൻ്റെ ജോലിക്കാരെ ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അമ്മാവൻ ഇടയ്ക്ക് വന്ന് നോക്കാം. ഇതൊന്നും പറയില്ല, അതുകൊണ്ടാണ്. ധൈര്യമായിട്ടിരിക്കും. ഇനി മുതൽ നമ്മൾ ഇവിടെ കുഞ്ഞുസ് താമസിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ മുറ്റവും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് മോനോട് ഇഷ്ടപ്പെട്ടില്ല? പപ്പയ്ക്ക് വേറൊരു ജോലി കിട്ടി കുഞ്ഞുസേ. കൊറേ ദൂരെയാ, പപ്പ അങ്ങോട്ട് പോയിരിക്കുക. കുഞ്ഞുസേ, മോനെ അമ്മ പറയുന്ന കേക്ക്. പപ്പയ്ക്ക് നമ്മളെക്കാളും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്. പപ്പ അവിടെ ഇരുന്നോട്ടെ, കുഞ്ഞിക്ക് അമ്മയില്ലേ? ഇഷ്ടമല്ല എൻ്റെ കുഞ്ഞൂസിനെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. മോന് വേണ്ടിയാ അമ്മ ജീവിക്കുന്നതന്നെ. കുഞ്ഞു പപ്പനെ കുറിച്ച് ചോദിക്കില്ല. എന്തൊരു കഷ്ടം അത്. രാവിലെ മുതൽ സ്വിച്ച് ഓഫ്, ഇപ്പം എൻഗേജ്ഡ്. എന്നാ പിന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? രോഹിത്, താൻ എന്ത് പണിയാടോ കാണിച്ചത്? അത്ര ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഓഫീസ് ലീവാക്കിയിട്ട് റിസോർട്ടിലേക്ക് വന്നത്. വല്ലാത്ത ചതിയായിപ്പോയി. എനിക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അല്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ടാകും.
നാളെയോ? ഉറപ്പാണോ? ശരി, പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എന്റെ ശ്രേയ, നീ എന്താക്കിയതാടാ? എത്ര രാവിലെ മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നതാ, സ്വിച്ച് ഓഫ് ആയിരുന്നല്ലേ ഫോണ്. എടാ നീ ഓഫീസിൽ പോകുന്നില്ല. ഞാൻ ആ ടെൻഷൻ അടിച്ച് നിന്റെ വീട്ടിൽ വന്ന് നോക്കി, അവിടെയാണെങ്കിൽ പൂട്ടി പോയിരുന്നു. അല്ല നീ ഇപ്പൊ എവിടെയല്ലേ? എന്താണ് പ്രശ്നം? എൻ്റെ വിനോദ് നാളെ കുടുങ്ങിപ്പോയിടോ, അതാ ഞാൻ പിന്നെ വിളിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ ഫ്ലൈറ്റിൻ്റെ അഡ്വാൻസ് കൊടുക്കണം എന്നുള്ളത്. അതിനുവേണ്ടി ക്യാഷ് എടുക്കാൻ ബാങ്കിൽ പോയതാ. അപ്പോഴല്ലേ മനസ്സിലായതോ മൂപ്പര് പൈസ എല്ലാം വിഡ്രോ ചെയ്തിരിക്കണോ. ആടും അത് ജോയിൻ്റ് അക്കൗണ്ടാണ്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അതെന്തോ റെസ്റ്റോറൻറ്റിൻ്റെ പണിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാനും പറ്റില്ലല്ലോ. എടാ നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, നീ സ്വിച്ച് ഓഫ് വെച്ചിട്ടെന്താ? ഞാൻ എങ്ങനെ വിനോദം ചോദിക്കുക? നീ 30 ലക്ഷം തരാൻ പറഞ്ഞതല്ലേ, അതും കൂടാണ്ട് ഇനി അഡ്വാൻസിന് പൈസ വേണം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മിണ്ടാതിരുന്നത്. താനെന്താടാ ഇങ്ങനെ? എടാ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്നോടല്ലേ ഷെയർ ചെയ്യുക. അപ്പോൾ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി മിണ്ടാതെ ഒറ്റയ്ക്ക് വേദനിച്ചിരിക്കുക. എടാ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് തൽക്കാലം പൈസ ഉണ്ട്, നിനക്ക് എത്ര വേണം പറ. ബുദ്ധിമുട്ടാവോ? എന്നാൽ പിന്നെ ഞാൻ ക്യാഷിൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പർ അയച്ചു തരാം, അതിലേക്ക് പൈസ ഇട്ടാൽ മതി. ഇത്രയല്ലേ ഉള്ളൂ? ഇതിനാണോ ഓഫീസിൽ വരാണ്ട് ഫുൾ ടൈം ടെൻഷൻ അടിച്ചിരുന്നേ? ഓക്കെ അല്ലേ ഇപ്പോൾ? എന്നൊരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടുണ്ട് വയനാട്, നമുക്ക് ഒരു ദിവസം അവിടെ പോയിട്ട് ചില്ലായിട്ട് വരാം. ശരിക്കും ഞാൻ ഓക്കെയാണ്. പിന്നെ നാളെ എത്ര മണിക്കാണ് പോവാന്ന് പറഞ്ഞാൽ മതി. പിന്നെ നേരത്തെ കിടന്നോ. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. നേരത്തെ ഇവനെ വിളിച്ചാൽ മതിയായിരുന്നു, വെറുതെ ആ ഒരു ചോദ്യത്തിൻ്റെ കൂടെ പോയിട്ട്. അന്നേരം സമാധാനമായി. താങ്ക് യു വിനു. തൻ്റെ അടുത്ത് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല. ഒരിക്കലും എനിക്കത് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ കറക്റ്റ് സമയത്ത് താൻ ആ ഫണ്ട് അറേഞ്ച് ചെയ്തുകൊണ്ടല്ലേ. താങ്ക് യുടാ. താങ്ക് യു എന്നോ? ശ്രേയ, നീ ഇപ്പോഴും എന്നെ അന്യനായിട്ടാണോ കാണുന്നത്? എടോ ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ടിയല്ലേ, പിന്നെ താങ്ക് യു എല്ലാം പറയുന്നേ? അതല്ലടോ, എനിക്കിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഓർമ്മ വരുന്നത്. മൂപ്പർക്കൊന്നും എന്നെ മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എത്ര പറഞ്ഞാലും അതൊന്നും ആൾക്ക് അറിയേയില്ല. പക്ഷെ താൻ അങ്ങനെയല്ല കേട്ടോ, എന്നെ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ, ഒരു പേരിന് മാത്രം ഒരു ഭാര്യ. എൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും ആൾക്കറിയില്ല. പക്ഷെ നീ എങ്ങനെയല്ലടാ, എനിക്ക് എന്താ വേണ്ടെന്ന് അത് നിനക്കറിയാം. അതങ്ങനെയാ വിനോദേ, ഈ ചേരേണ്ടവർ ചേർന്നാലേ ജീവിതം നല്ല ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയണതല്ലേ, ഇപ്പോഴായിരിക്കും നമ്മൾ ഒന്നായുള്ള സമയം. ഇല്ല ശ്രേയ, ഇപ്പം എല്ലാം ഓക്കെ ആയ സ്ഥിതിക്കേ ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ടല്ലോ. എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മൂപ്പരോട് പറഞ്ഞിട്ടേ ഈ ഒരു ബന്ധത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല പറ. മൂപ്പർക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എങ്ങനെയാണെങ്കിൽ നീയും ഡിവോഴ്സിന് ഫയൽ ചെയ്യും. എന്തായാലും പെട്ടെന്നൊന്നും വേണ്ട വിനോദേ, മൂപ്പര് നാട്ടിലെത്തട്ടെ, എന്നിട്ട് സാവധാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ. വേറെ ഒന്നല്ലടോ, ഡിവോഴ്സിൻ്റെ പേപ്പർ കിട്ടാൻ തന്നെ കുറേ ആവില്ലേ. ഇപ്പം ലീഗലി ഒരു കല്യാണമൊക്കെ കഴിയാമെന്ന് പറഞ്ഞാൽ അതിനെന്തായാലും സമയമെടുക്കും. നമുക്ക് ഇപ്പം തൽക്കാലം ഇങ്ങനെ പോവാം. അല്ലെങ്കിലും ഈ കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതവും ഈ സ്നേഹിച്ച് നടക്കുന്ന ജീവിതം വേറെ തന്നെയല്ലേ. അല്ല അല്ല ഇങ്ങനെ പോകുന്നതാണ് ഇത്. എന്നാലും ലീഗലായിട്ടൊന്നും വരെ ചെയ്യണ്ടേ? അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. നമുക്ക് എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എടോ 12 മണിയായി, ചെക്കിംഗ് ടൈം ആയില്ലേ, നമുക്കെന്നാ പോയാലോ? താൻ പോയി കാർ എടുക്ക്.
എടോ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. അമ്മാവനാക്കി തന്നു കഴിഞ്ഞാൽ ടൗണിലൊരു ടെക്സ്റ്റൈൽസിൽ. കുഞ്ഞൂസിനിപ്പോൾ സ്കൂൾ തുറന്നിട്ട് 10 ദിവസമായി. അവനെ അടുത്തുള്ള ബിന്ദുവച്ചിൻ്റെ വീട്ടിലാക്കിയിരിക്കുക. അവിടെ കുട്ടികളൊന്നും ഇല്ലാത്തല്ലേ, അവർ നന്നായി നോക്കിക്കോളും. അപ്പം ഞാൻ അവനെ എടുത്തിട്ട് വീട്ടിൽ പോവും. ഇല്ലടോ, ആരെ വിളിക്കേ? ശരി. കുഞ്ഞുസേ, ഇതെന്താ യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ചിരിക്കുന്നത്? അത് നാളേക്ക് ഇടാൻ വേണ്ടേ, അമ്മൂമ്മ ബാഗിൽ ഇട്ടിട്ടുണ്ട്. ആണോടാ മോൻ, അവനെ ബുദ്ധിമുട്ടിക്കല്ലേ കേട്ടോ. നമുക്കിപ്പോൾ വേറെ ആരും സഹായത്തിനില്ലല്ലോ. ഇല്ല അമ്മ, ആ അമ്മൂമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. ഇന്ന് ആ അമ്മൂമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നു കുഞ്ഞിക്ക്. ആണോടാ? എന്നിട്ട് എൻ്റെ കുഞ്ഞ് കഴിച്ചോ? കഴിച്ചു. അമ്മന്റെ ജോലി കഷ്ടമുണ്ടോ? അമ്മയ്ക്ക് ജോലിയൊന്നും കഷ്ടമില്ലടാ. അമ്മൻ്റെ മുത്തിനെ പഠിപ്പിക്കണ്ടേ, അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ അമ്മ കുഞ്ഞിക്ക് വേണ്ടി ഒരു മഹീന്ദ്ര താറ് വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടല്ലേ? താങ്ക് യു അമ്മ. ശ്രേയ, നീ ആരോടെ ഈ ഫോണ് സംസാരിക്കുന്നത്? ഇന്നലെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. എന്താ പരിപാടി? ആന്താ വിനോദം അങ്ങനെ പറഞ്ഞത്? എനിക്ക് വേറെ ആരാ സംസാരിക്കാനുള്ളത്? എൻ്റെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അത്ര വലിയ ബന്ധത്തിലൊന്നും അല്ലല്ലോ, പിന്നെ എന്തുമാത്രം എത്ര നേരം സംസാരിക്കാനുള്ളത്? എനിക്കെൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലേ? അതിന് നിന്റെ പെർമിഷൻ വേണം എനിക്ക്. ഇതാണ് നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ കാരണമല്ലേ എൻ്റെ ബോയ് ഉണ്ടെന്നെ ഉപേക്ഷിച്ചത്. ഇപ്പൊ നീ മാത്രം ഭർത്താവിനോട് കൊഞ്ചു കൊഴിയാൻ നിൽക്കുന്നു. മര്യാദയ്ക്ക് സംസാരിച്ചോ വിനോദേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാ നിന്റെ ഭാര്യനെ ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരാൻ? ശ്രേയ, നീ കളിക്കാൻ നിൽക്കല്ലേ. നിനക്ക് വേണ്ടി എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും കളിച്ചിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ നീ മാത്രം. വിനോദ് കുറച്ചു നേരം അവിടെ പോയിരിക്കേ, എനിക്ക് കോളൊന്ന് അറ്റൻഡ് ചെയ്യണം. രോഹിത്തെ പറയ്. അതൊന്നുമില്ലടോ, എൻ്റെ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പൈസൻ്റെ കാര്യം എന്തായി?